കോഴിക്കോട് അധ്യാപകമാരെ ഇടനിലക്കാരാക്കി ലഹരി വിൽപ്പന നടത്തിയ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളായ കീർത്തനയെയും കാവ്യയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്ററെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പേരാമ്പ്ര BRCയിലേക്ക് MSF യൂത്ത് ലീഗ് പ്രതിഷേധം ഉണ്ടായി. കേസിൽ പ്രതികളായ അധ്യാപികമാരെ സർവീസിൽ നിന്നും നീക്കി ഉത്തരവ് പുറത്തിറക്കി. ബെൻസൺ ബാബു ശരിയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബെൻസൺ, നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് സ്കൂളുകളിലേക്ക് അയക്കുന്നത് ഈ അധ്യാപകരെയും വിശ്വസിച്ചാണ്. അവിടെയാണ് ഇത്തരം ആളുകൾ തന്നെ ഇത്തരത്തിൽ ലഹരി സംഘങ്ങളുമായുള്ള ബന്ധമുണ്ടാകുന്നത്. അവർ കുട്ടികൾക്ക് തന്നെ ലഹരി കൊടുത്തോ എന്ന സംശയത്തിൽ ഉൾപ്പെടെയാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതെ രുജീഷ്, പേരാമ്പ്ര BRCയുടെ ഭാഗമായി താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്യുന്ന 2 അധ്യാപികമാരായിരുന്നു ഈ കീർത്തനയും അതോടൊപ്പം തന്നെ കാവ്യയും. ഇരുവരും ലഹരി സംഘത്തിന്റെ അല്ലെങ്കിൽ ലഹരി വിൽപ്പന സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന വാർത്ത ഞെട്ടലോടുകൂടിയാണ് നാട് കേട്ടത്. അവിടുത്തെ സഹ അധ്യാപികമാരടക്കം ഇത്തരത്തിലൊരു വാർത്ത ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആദ്യഘട്ടത്തിലെല്ലാം തന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ അധ്യാപികമാരായിരുന്നവർക്ക് ഇവർക്ക് ഇത്രത്തോളം പൈസയൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാത്രം ഇവർ വലിയ ആഡംബര വാഹനങ്ങളൊക്കെ വാങ്ങുന്ന രീതിയിലേക്കൊക്കെ മാറിയിരുന്നു. അപ്പോൾ എവിടുന്നാണ് ഈ പണമൊക്കെ വരുന്നത് എന്ന സംശയം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇതൊരു ലഹരി വ്യാപനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ലഹരി വിപണനത്തിന്റെ ഭാഗമായി ഇവർക്ക് പണം ലഭിക്കുന്നതാണ് എന്ന് ഇവർക്ക് ആർക്കും അറിവുണ്ടായിരുന്നില്ല. എന്തുതന്നെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം മുൻപോട്ട് നീങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം റിസ്വാൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നും 5 ഗ്രാം MDMA പിടികൂടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ആദ്യം കീർത്തനയിലേക്ക് എത്തുന്നത്. കീർത്തനയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഈ ലഹരി വിൽപ്പന സംഘം വലിയ തുക കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് വരികയും അത് ഈ ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്ന കണ്ടെത്തലാണ് വടകര പോലീസ് ആദ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ വീതം ഈ ലഹരി ആവശ്യമുള്ള ആളുകൾ അയച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കീർത്തന ഈ പണം മറ്റ് ഈ ലഹരി വിൽക്കുന്ന ആളുകൾക്ക് നൽകുന്നു. അവർ ഈ ലഹരി എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നതിന്റെ ലൊക്കേഷൻ കീർത്തനയ്ക്ക് കൊടുക്കുന്നു. കീർത്തന ഇത് ഈ ലഹരി ആവശ്യമുള്ള ആളുകൾക്ക് കൈമാറുന്നു. എന്നിങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ഓപ്പറേഷൻ രീതി. ഈ രീതിയിലായിരുന്നു. അങ്ങനെ പ്രതി മാസം ലക്ഷക്കണക്കിന് രൂപയുടെ ക്രയവിക്രയം ഇവരുടെ അക്കൗണ്ടുകളിലൂടെ നടന്നിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കീർത്തനയും കാവ്യയും സമാന രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. കീർത്തനയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റിലായപ്പോൾ തന്നെ ഇവരെ ഈ അധ്യാപന ജോലിയിൽ നിന്നും, അവർ താൽക്കാലിക ജോലിയാണ്, അവിടെ നിന്നും ഇവർ പിരിച്ചുവിട്ടിരുന്നു. കൃത്യമായിട്ടുള്ള നടപടി 13-ാം തീയതി തന്നെ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത് കാവ്യക്കെതിരെയും നടപടി വന്നതോടുകൂടി അറസ്റ്റിലേക്ക് പോയതോടുകൂടി തന്നെ കാവ്യയും ഇപ്പോൾ പുറത്താക്കി ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ KSU അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം BRCയിലേക്ക് നടക്കുന്നത്. അത് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്ററെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിന്റെ കാരണം ഇത്തരത്തിലാണ്. മുൻപും ഇവർക്കെതിരെ, ഈ അധ്യാപികമാർക്കെതിരെ സമാന രീതിയിലുള്ള പരാതികൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടും കൃത്യമായിട്ടുള്ള നടപടി അന്ന് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്ററെ തലസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. നിലവിലിപ്പോൾ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഉൾപ്പെടെയൊക്കെ സ്ഥലത്തെത്തി ഈ സമരക്കാരുമായി ചർച്ച നടത്തുകയാണ്. അതുമാത്രമല്ല, ഈ അന്വേഷണം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ അധ്യാപകർക്ക് ഈ കേസുകളിൽ അല്ലെങ്കിൽ ലഹരി വിൽപ്പന സംഘത്തിൽ പങ്കാളികളാണോ എന്നടക്കമുള്ള അന്വേഷണം മുൻപോട്ട് നീങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, നിലവിൽ ഈ 2 പ്രതികളും അറസ്റ്റിലായി റിമാൻഡിലാണുള്ളത്. ഇവരെ കസ്റ്റഡിയിൽ സ്വീകരിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇവരുടെ മൊബൈൽ ഫോണുകൾ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഈ ഡിജിറ്റൽ തെളിവുകൾ ഈ കേസിലേറെ നിർണായകമാകും എന്നുള്ളതുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അപ്പോൾ ഇവരെ ഏറ്റവും അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം ഇവർ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഈ ലഹരി വിൽപ്പനയുടെ ഭാഗമാക്കിയിട്ടുണ്ടോ എന്ന പരിശോധനയുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.